കാർഷിക വാർത്തകൾ. കർഷകർക്ക് ഇരുട്ടടിയായി രാസവളം വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പൊട്ടാഷിന് ചാക്കിന് 250 രൂപയാണ് കൂട്ടിയത്. കേന്ദ്ര സർക്കാർ രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തിയതോടെയാണ് വില കുതിച്ചുയരുന്നത്. 2023-24 വർഷത്തിൽ 65,199 കോടി സബ്സിഡി നൽകിയത് 2024-25 52,310 കോടിയായും 2025-26 49,000 കോടിയായും വെട്ടിക്കുറച്ചു. വളത്തിന്റെ പ്രധാന ഘടകമായ ഫോസ്ഫോറിക് ആസിഡിന് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയതാണ് മറ്റൊരു കാരണം. പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുകയാണിത്. ചൈന, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും വളം ഇറക്കുമതി. യുദ്ധ സാഹചര്യങ്ങളും വില വർധനവിന് കാരണമായി. പൊട്ടാഷിന് ചാക്കിന് 250 രൂപയാണ് കൂടിയത്. 1,550 നിന്ന് 1,800 രൂപയായാണ് വില ഉയർന്നത്. പൊട്ടാഷും നൈട്രജനും ഫോസ്ഫറസും ചേർന്ന കൂട്ടുവളങ്ങൾക്കും വില കൂടി. കൂട്ടുവളത്തിന് 1,210 നിന്ന് 1,300 രൂപയായി വിലയുയർന്നു. ഫാക്ടം ഫോസിന് 1,400 നിന്ന് 1,425 അടുത്തിടെയാണ് ഫാക്ടം ഫോസിന് 1,300 നിന്ന് 1,400 ആക്കി വില ഉയർത്തിയത്. വില ഉയർന്നതോടെ 1 ഹെക്ടർ വയലിലെ നെല്ലിന് ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിവ 3 തവണയായി ഇടുന്നതിന് 2 വിളയ്ക്കുമായി വർഷം ഏക്കറിന് 2,000 രൂപ അധികം ചെലവ് വരും. പച്ചക്കറികൾക്ക് ഏക്കറിന് 600 ഗ്രാം വളം 3-4 തവണയായി നൽകണം. ഏക്കറിന് ഇനി മുതൽ 45,000 രൂപയുടെ വളം വേണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമായി സംസ്ഥാനത്ത് 9 മാതൃകാ മത്സ്യഗ്രാമങ്ങൾ വരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കൂടുതൽ ജീവനോപാധികൾ കണ്ടെത്താൻ സഹായിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫിഷറീസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രതീക്ഷിത ചെലവ് 69 കോടി രൂപയാണ്. ഇതിൽ 35 കോടി രൂപ കേന്ദ്രത്തിന്റെയും 33 കോടിയിലേറെ രൂപ സംസ്ഥാനത്തിന്റെയും വിഹിതമായിരിക്കും. എറണാകുളം ജില്ലയിൽ നായരമ്പലം, ചെല്ലാനം, മലപ്പുറത്ത് പൊന്നാനി, താനൂർ, ആലപ്പുഴയിൽ ആറാട്ടുപുഴ, കണ്ണൂരിൽ ഗോപാലപേട്ട, കാസർകോട്ട് ഷിരിയ, തൃശൂരിൽ എടക്കഴിയൂർ, കോഴിക്കോട്ട് ചാലിയം എന്നിവിടങ്ങളിലാണ് മത്സ്യഗ്രാമങ്ങൾ ഉയരുക. 1 ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമായ പദ്ധതിയാണിത്. 2026 മാർച്ചോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് മത്സ്യഗ്രാമങ്ങൾ. സെപ്റ്റംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിച്ചുള്ളവ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തീരദേശ ബയോഫീൽഡ് നിർമ്മാണം, അക്വാ ഹബ്ബുകൾ സ്ഥാപിക്കൽ, ആധുനിക രീതിയിലുള്ള ശീതീകരണ സംവിധാനം ഒരുക്കൽ എന്നിവയാണ് ഇവിടങ്ങളിൽ പൊതുവായി ലക്ഷ്യമിടുന്ന പദ്ധതികൾ. സാമൂഹിക വനവൽക്കരണ വിഭാഗവുമായി ചേർന്ന് തീരദേശ ബയോഫീൽഡ് നിർമ്മിക്കുന്നത്. തീരദേശത്ത് മുള, രാമച്ചം, തെങ്ങ് എന്നിവ നട്ടുപിടിപ്പിച്ച് കടൽച്ചൂട് തടയാനും ഒരു പരിധിവരെ മണ്ണ് സംരക്ഷിക്കുവാനുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യസസ്യങ്ങളെയും തനതീനങ്ങളെയും കുറിച്ച് കുട്ടികൾക്ക് പരിചയമാകാൻ സ്കൂളുകളിൽ ഭക്ഷ്യ സസ്യ പൂന്തോട്ടം ഒരുക്കാൻ ജൈവവൈവിധ്യ ബോർഡ് തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2,100 ജൈവവൈവിധ്യ ക്ലബ്ബുകൾ പദ്ധതിയിൽ പങ്കാളികളാകും. തോട്ടങ്ങളിലെ ഭക്ഷ്യയോഗ്യമായ ഇലകളും മറ്റും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആഹാര സംസ്കാരത്തിൽ മാറ്റം വരുത്താനാണ് സ്കൂളുകളിൽ ഭക്ഷ്യസസ്യ പൂന്തോട്ടം നിർമ്മിക്കുന്നത്. തോട്ടത്തിൽ മുള്ളൻചീര, പൊന്നാങ്കണ്ണി, മുത്തിൽ, മരുമച്ചപ്പ്, കൊല്ലിച്ചേമ്പ്, വയൽത്താള, കരിന്താള, കുറിയൻ ചപ്പ്, പഞ്ചിത്താള എന്നിവ പോലുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകൾ ഉൾപ്പെടെ പ്രദേശത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ 25-ൽ പരം തനത് സസ്യങ്ങളാണ് വളർത്തുന്നത്. സ്കൂളുകൾക്ക് ഓരോ തോട്ടത്തിനും 10,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 3 സെന്റ് ഭൂമിയിലാകും തോട്ടം ഒരുക്കേണ്ടത്. തോട്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇലകളും മറ്റുൽപ്പന്നങ്ങളും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾക്ക് പ്രോത്സാഹനമാകും. വിത്തുകൾക്കായി കൃഷി വകുപ്പ് അല്ലെങ്കിൽ അംഗീകൃത സർക്കാർ ഏജൻസികളെ സമീപിക്കാം. പദ്ധതി വിജയകരമാകുന്ന പക്ഷത്തിൽ കോളേജ് തലത്തിലും പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക വിള ഇൻഷുറൻസ് നടപ്പാക്കാൻ പുതിയ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മുൻവർഷങ്ങളിലെ ക്ലെയിമുകൾ കുടിശ്ശിക ആകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം മുൻകൂർ തുക അടച്ചാലേ ഇനി രജിസ്ട്രേഷനുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്ലെയിമിന്റെ 40% കണക്കാക്കി അതിനാനുപാതികമായുള്ള സംസ്ഥാന വിഹിതമാണ് കെട്ടിവെക്കേണ്ടത്. 2023 മുതലുള്ള 6 സീസണുകളിലെ ക്ലെയിമുകളും നിലവിൽ കുടിശ്ശികയാണ്. 1,710 കോടി രൂപയോളമാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. 2 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രീമിയം വിഹിതം അടയ്ക്കാത്തതാണ് കർഷകരുടെ ക്ലെയിം അംഗീകരിച്ച് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്തതിന് കാരണം. വിള ഇൻഷുറൻസ് നടപ്പാക്കിയില്ലെങ്കിൽ കർഷകർ പ്രതിസന്ധിയിലാകും. നെല്ലിന് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 സീസണുകളായാണ് കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. വിരിപ്പ് ഇൻഷുർ ചെയ്യുന്നതിന് ജൂണിലും, മുണ്ടകൻ സെപ്റ്റംബറിലും, പുഞ്ച ഡിസംബറിലുമാണ്. പ്രീമിയത്തിന്റെ 15% മാത്രം കർഷകർ നൽകണം. ബാക്കി 89% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ആദ്യം രജിസ്ട്രേഷൻ നടപ്പാക്കുന്നത്. ജൂൺ 1 മുതൽ 30 വരെയാണ് കേരളത്തിൽ ഒന്നാം വിള രജിസ്ട്രേഷൻ. എന്നാൽ ഈ വർഷം ജൂലൈ എത്തിയിട്ടും വിരിപ്പ് സീസണിലെ എൻറോൾമെന്റ് തുടങ്ങാനായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഷീറ്റ് വരവ് ചുരുങ്ങിയതോടെ റബ്ബർ വില ഉയർന്നു. കൊപ്രയാട്ട് രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വിദേശ കൊപ്രയും തേങ്ങയും ഇറക്കുമതി ചെയ്യാൻ അനുമതി തേടി വ്യവസായ സമൂഹം. അതേസമയം ഏലക്ക ഡിമാൻഡ് ഉയർന്നു. കാലാവസ്ഥ തെളിഞ്ഞത് അവസരമാക്കി കർഷകർ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചു. നേരത്തെ തോട്ടങ്ങളിൽ മഴമറകൾ ഒരുക്കിയ കർഷകർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ടാപ്പിംഗിന് മുടക്കം വരില്ല. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വരവ് ചുരുങ്ങിയത് കണ്ട് ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് കിലോ 205 രൂപയായും 5ാം ഗ്രേഡ് 202 രൂപയായും ഉയർത്തി. വിലക്കയറ്റം കാർഷിക മേഖലയെ റബ്ബർ ടാപ്പിംഗിന് പ്രേരിപ്പിക്കും. ഏഷ്യയിലെ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങൾ മികവ് കാണിച്ചു. കൊപ്രയാട്ട് രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വിദേശ കൊപ്രയും തേങ്ങയും ഇറക്കുമതി ചെയ്യാൻ അനുമതി തേടി വ്യവസായ സമൂഹം. വിദേശ ചരക്കെത്തിയാൽ ദക്ഷിണേന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന കൊപ്രയാട്ട് മില്ലുകളുടെ പ്രവർത്തനം സുഗമമാകും. വെളിച്ചെണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ അമിത വിലക്കയറ്റം നിയന്ത്രിക്കാനാവും. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് നാളികേരോൽപ്പന്നങ്ങൾ വാങ്ങാൻ വാണിജ്യ മന്ത്രാലയത്തോട് മില്ലുകാർ അനുമതി തേടി. വെളിച്ചെണ്ണ ലഭ്യത ഉയരുന്നത് ഉപഭോക്താക്കൾക്കും ആശ്വാസം പകരും. 6 മാസ കാലയളവിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 16,000 രൂപ ഉയർന്ന് 38,500 രൂപയിലെത്തി. കുമളിയിൽ ലേലത്തിനു വന്ന ഏലക്കായിൽ ഭൂരിഭാഗവും ആഭ്യന്തര വിദേശ ഇടപാടുകാർ വാങ്ങി. ആകെ 36,903 കിലോഗ്രാം ഏലക്ക വന്നതിൽ 36,554 കിലോയും വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാർ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോയ്ക്ക് 3,058 രൂപയ്ക്കും ശരാശരി ഇനങ്ങൾ 2,553 രൂപയ്ക്കും വാങ്ങി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 205, RSS 5 201, ലാറ്റക്സ് 142, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 69,000, കുരുമുളക് അൺഗാർബിൾ 67,000, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,900, ചുക്ക് 22,500.